5 അല്ലെ 11 ഞാൻ പ്ലേസ് ചെയ്ത് ഒബ്ജക്റ്റിനെ അവിടെ വെച്ച് എനിക്ക് ഇമേജ് ക്ലിയർ ആണോ ബ്ലർ ആണോ? ബ്ലർ ആണ്. ഈ കാണുന്നതിനെ വേണമെങ്കിൽ നമുക്കൊരു വിർച്വൽ ഇമേജ് എന്ന് പറയാം. വിർച്വൽ ഇമേജ് അല്ല, നമ്മൾ പറയുകയാണ് വിർച്വൽ ഇമേജ്. ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ ഈ ഫോക്കസിൽ നിർത്തി ഇവിടെ വെച്ചിട്ടുള്ള റിയൽ ഇമേജ് എനിക്ക് എവിടെ കിട്ടും? ഞാൻ നോക്കുകയാണ്. ബാക്കിലേക്ക് നീക്കി പോകുമ്പം നോക്കിയോളം അറ്റ് ഫോക്കസ് വരുന്ന സമയത്ത് എനിക്ക് ഇമേജ് എവിടെയാണ് വരുന്നത്? ഏറ്റവും ബാക്കിലോട്ട് വരുന്നതിനനുസരിച്ച് എനിക്ക് എങ്ങനെ പോവുകയാണ്? ഇമേജിൻ്റെ സൈസ് ഹൈ ആകും. ഇമേജ് സൈസ് ഹൈ ആവുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ ക്ലാരിറ്റി എന്തായിക്കൊണ്ടിരിക്കും? ലോ ആയിക്കൊണ്ടിരിക്കും. എനിക്ക് ഇമേജ് ക്ലാരിറ്റി കിട്ടില്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഞാൻ ഇവനെ മതി വാ, ഞാൻ നല്ലതാ ഇവിടെ നിന്ന് ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് 22 സെറ്റ് ചെയ്യണം. 22 എന്ന് പറയുമ്പോൾ നമ്മുടെ 2F-നകത്ത് ഞാൻ സെറ്റ് ചെയ്യും. 2F-ൽ ഒബ്ജക്റ്റ് ഇമേജ് കുറച്ചുകൂടെ ഇവിടെ അറ്റത്ത് വെക്കേണ്ടതാണ്. പോട്ടെ, അത് നമ്മൾ റഫായിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കും. എനിക്കിവിടെ എവിടെയും ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഞാൻ പയ്യനെ ഫ്രണ്ടിലോട്ട് കാണാമല്ലോ, പയ്യെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ വരുമ്പം എനിക്ക് എവിടെയോ ഒരിടത്ത് വെച്ച് എനിക്കൊരു ഇമേജ് ക്ലിയർ കട്ട് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നീക്കുകയാണ്. ബ്ലറാണ്. ക്ലിയർ ആണ്. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ആദ്യം ഒന്ന് ബ്ലറാക്കി, ഇപ്പോൾ ബ്ലറായിരിക്കും. വീണ്ടും ക്ലിയർ അനക്കല്ലേ, വീണ്ടും ക്ലിയർ ആക്കിയതാ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഒന്ന് ബ്ലറായി. അപ്പോൾ ഇവിടെ ഒരിടത്ത് ബ്ലറായി, ഇവിടെ ഒരിടത്ത് ബ്ലറായി. ഇതിനിടയിൽ എവിടെയോ ഒരിടത്ത് വെച്ച് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ക്ലിയർ ഇമേജ് കിട്ടും. നമുക്ക് അളവുകളൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. +2 വരും. നമ്മൾ ആ എക്സ്പെരിമെൻ്റ് അല്ല ചെയ്യുന്നത്. നമുക്കിതിൻ്റെ 2F-ൻ്റെ F-ൻ്റെ ഇടയിലൊക്കെ വെക്കുമ്പോൾ ഇമേജിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നോക്കി മക്കളെ, ഞാൻ നല്ലതാ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് പയ്യെ ബാക്കിലോട്ട് നീക്കിയപ്പം എനിക്ക് എപ്പോഴോ ഒരിക്കൽ മെഴുകുതിരി, ആ മെഴുകുതിരിയുടെ ഉള്ളിലെ ആ ത്രെഡ്, ആ തീയും നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഇമേജാണ് റിയൽ ഇമേജ്. നോക്കും, ആ ഇമേജാണ് ഏത് റിയൽ ഇമേജ് അല്ലെങ്കിൽ ക്ലിയർ ഇമേജ് എന്ന വാക്കുകൊണ്ട് പറയുന്നത്. എന്താ പറഞ്ഞത്? എപ്പോഴെങ്കിലും നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റിന്റെ ക്ലിയർ ഇമേജ് കിട്ടി എന്ന് പറയണമെങ്കിൽ ആ ഇമേജിന്റെ ഉള്ളിലുള്ള ക്ലിയർ സാധനങ്ങൾ ക്ലിയർ കട്ടായിട്ട് നമ്മളെ കിട്ടണം. അപ്പൊ ഈ മെഴുകുതിരിയാണ് വരുന്നതെങ്കിൽ മെഴുകുതിരിയുടെ ഇവിടം മുതൽ മുകളിലോട്ടുള്ള ഐറ്റംസ് ആ ത്രെഡ് ഉൾപ്പെടെ നമുക്ക് എവിടെ കാണാൻ, ഇവിടെ കാണാം എങ്കിൽ പറയുകയാണ് ഇതിന്റെ ഇമേജ് എന്താണ്? ക്ലിയർ ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ കാണുന്ന ഇതേ സൈസിലായിരിക്കണം ഈ ഇരിക്കുന്ന ഇമേജ്. ശരിയല്ലേ? പക്ഷെ ഇമേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നിവർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഇവൻ തലകീഴായിട്ടാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഇമേജ് എന്ത് ഇമേജാണ്? ഇൻവേർട്ടഡ് ഇമേജ്. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെയാണ്? 2F-ലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. 2F എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ എഴുതുന്ന ഡിസ്റ്റൻസ് 22. നമ്മുടെ എഴുതുന്നുണ്ടോ? 22 ആവാൻ കാരണം എന്താ? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ ഇവന്റെ റഫ് ഫോക്കൽ ലെങ്ത്, നോർമൽ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് നിൽക്കുന്നത്? 10.5. നമ്മൾ റൗണ്ട് ചെയ്ത് 11 ആക്കി മാറ്റി. അപ്പൊ 11 ഫോക്കൽ ലെങ്ത് കിടക്കുന്നയാളിന്റെ 2F-നകത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തപ്പം സെയിം സൈസിൽ നമുക്ക് എന്ത് കിട്ടി? ഇമേജ് കിട്ടി. സോ നമ്മൾ പണ്ട് പഠിച്ച കാര്യം പ്രൂവ് ചെയ്തു. അറ്റ് 2F ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലായി കിട്ടുന്നുണ്ട്, ഇമേജ് ഉണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ബിയോണ്ട് 2F-ൽ കൊണ്ടുപോകുന്നത്. ബിയോണ്ട് 2F മീൻസ് ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ദൂരോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഒബ്ജക്റ്റ് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നത്? സ്ക്രീനിൽ കാണാൻ സംഭവിക്കുന്നത്? സ്ക്രീനിൽ ഇമേജ് ബ്ലറായി. സോ ഇൻഫിനിറ്റിന്ന് എവിടെ നിന്നോ ആണ് ഇമേജ് വന്നുകൊണ്ടിരിക്കുന്നത്, ഒബ്ജക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്, ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ബിയോണ്ട് 2F എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിയോണ്ട് 2F-ലെ ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? ഒബ്ജക്റ്റിനെ അനക്കാൻ പറ്റില്ല. കാരണം ഒബ്ജക്റ്റ് ബിയോണ്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആളല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ഇരിക്കുന്ന സ്ക്രീനിനെ പതിയെ ഒന്ന് നീക്കുകയാണ്. ഫ്രണ്ടിലോട്ട് നീക്കി നമ്മൾ കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? ഒരു ബ്ലർ പോയിന്റ് കിട്ടി. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? ബാക്കിലേക്ക് ഒന്ന് നീക്കിയപ്പോൾ എനിക്കൊരു ക്ലിയർ ഇമേജ് കിട്ടി. ശരിയല്ലേ? ഉറപ്പാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ബിയോണ്ടിലാണ് അല്ലേ? പക്ഷെ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇമേജ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാ നേരത്തെ നമ്മൾ കണ്ടത് പുറത്തെ എന്താണ് ആ മതിലിന്റെ കേസ് വെച്ച്.
അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഒന്ന് അളന്ന് നോക്കുകയാണ്. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് അളന്ന് നോക്കുമ്പോൾ എനിക്കൊരു അപ്രോക്സിമേറ്റ്ലി എനിക്ക് കിട്ടിയേക്കുന്നത്, നമ്മളിപ്പോൾ ചുമ്മാ ചെയ്തേക്കുന്നതാണ്, എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, 11ന്റെ അടുത്ത് തന്നെ എനിക്കൊരു നമ്പർ കിട്ടുന്നു. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഇട്ട് നല്ല ഹെവി ലൈറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടിയ സെയിം ഒരു അകലം തന്നെ ഈ പുള്ളിക്കാരൻ്റെ റഫ് ഫോക്കൽ ലെങ്തിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഇമേജ്, ഒരു ഡിസ്റ്റൻസ് നമുക്ക് എവിടെ കിട്ടുന്നു, നമ്മൾ ബിയോണ്ട് 2 പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ബിയോണ്ട് 2 പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ സൈസ് എന്താണ്, ഡിമിനിഷ്ഡ് ആണ്, വളരെ ചെറുതാണ്, പക്ഷേ ഇൻവേർട്ടഡ് ആണ്. റിയൽ ഇമേജ് ആണോ, റിയൽ ഇമേജ് എന്താ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതേ ഇമേജിന് കിട്ടുന്നുണ്ടോ, സെയിം ഇമേജ് കിട്ടുന്നുണ്ട്. 2Fലാണ് പ്ലേസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കണ്ടു 2F പ്ലേസ് ചെയ്യുമ്പോൾ സൈസ് സെയിം ആണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം, 2F പ്ലേസ് ചെയ്യുമ്പോൾ സൈസ് സെയിം ആണോ നോക്കാം. നോക്കിയേ 22 നമ്മൾ സെറ്റ് ചെയ്തു, ഒബ്ജക്റ്റിനെ 22 വെച്ചു. ഇവിടെ നിന്ന് 22 to 44 നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കീ ഏകദേശം ഒരേ സൈസിലുള്ള ഒരു ഇമേജ് നമ്മുടെ കയ്യിൽ. സോ നമുക്ക് പറയാം ഇവിടെ വന്നിരിക്കുന്ന ഡിസ്റ്റൻസും ഇവിടെ വന്നിരിക്കുന്ന ഡിസ്റ്റൻസും അപ്രോക്സിമേറ്റ്ലി എന്താണ്, സെയിം ആണ്. സോ അറ്റ് 2F ഇമേജ് സെയിം സൈസ്, സെയിം 2F തന്നെ. അപ്പൊ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് 2Fൽ വെക്കുന്ന ഒരു ഇമേജിന്റെ, ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എടുക്കാൻ പറഞ്ഞാൽ ഫിഗർ വരയ്ക്കുമ്പോഴും കറക്റ്റ് 2Fൽ അതേ സൈസിൽ തന്നെ വരയ്ക്കണമെന്ന് പറയാനുള്ള വാശി പിടിക്കാനുള്ള കാരണം ഇതാണ്. മനസ്സിലായോ? റേ ഡയഗ്രം വരയ്ക്കാൻ പറയുമ്പം ആ റേ ഡയഗ്രത്തിന്റെ അകത്ത് 2Fൽ വെക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് 2F ഇപ്പുറത്ത് സെയിം 2Fൽ തന്നെ കൊണ്ടുവരണം എന്ന് നമ്മൾ സംസാരിക്കാനുള്ള കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ച. മനസ്സിലായി? ഇപ്പൊ ഇതിൽ നമ്മൾ റേ ഡയഗ്രംസ് വരയ്ക്കുന്ന സമയത്ത് മേളിലേക്ക് ഒരു ആരോ മാർക്ക് അല്ലെ, മേളൊരു ആരോ ഹെഡിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് ഒരു ലൈൻ താഴോട്ട് ഇങ്ങനെ എടുക്കാറില്ലേ? ആ ആരോ ഹെഡിനെ സൂചിപ്പിക്കുന്നത് ഇവിടെ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കണം? വൈദ്യുതിക്ക് ചോദ്യം വരിക. ആ കാണുന്ന തീയില്ലേ, ആ തീയുടെ മേൽവശം അതാണ് ആ ലൈറ്റഡ് പോർഷൻ. ഏതാണ് ആ പോർഷനെയാണ് നമ്മൾ ആരോ ഹെഡിനകത്ത് ആരോ മാർക്കിന്റെ മേളിലെ ആ ഗോപുര ചിഹ്നം പോലെ കാണിച്ചു വെച്ചേക്കുന്ന സാധനം. നമ്മൾ പടം വരയ്ക്കുമ്പോൾ മേളിലേക്ക് ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വെക്കാറില്ലേ? ആരോ ഹെഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്, ആയിരിക്കുന്ന ആ ലൈറ്റഡ് പോർഷനെ മാത്രമാണ്. ഓക്കെ, അതിന്റെ ഇൻവേർട്ടഡ് ഷെയ്ഡാണ് എവിടെ വരുന്നത്, ഏതാണ്ടത് ഇവിടെ വരും. അല്ലേ, തട്ടിക്കളയില്ലടാ, ഇവിടെ വരും. ഇനി രണ്ടാമത് ഈ കാണുന്ന 2Fൽ നിന്ന് ബിറ്റ്വീൻ 2F ആൻഡ് Fനെ ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. അന്നേരം വരുന്ന മാറ്റം എന്താണ്? നമ്മൾ ആ ബിറ്റ്വീൻ 2F ആൻഡ് F എന്ന് വെച്ച് ആ ആയിരിക്കുന്ന മെഴുകുതിരി ഒരല്പം മുന്നോട്ട് നീക്കി വെച്ചാൽ ശകലം മുന്നോട്ട് നീക്കി വെച്ചു മതി. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ എന്താ കാഴ്ച കാണുന്നത് നോക്കി, ഇമേജ് എന്തായിട്ട്